ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷ് റിലീസ് വരുന്നു. ജനുവരി 23-ന് മമ്മൂട്ടിയുടെ ഡൊമിനിക് റിലീസ് ചെയ്യുമ്പോൾ 30-ാം തീയതി തുടരുമെന്ന മോഹൻലാൽ ചിത്രം വരുന്നു. മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ എപ്പോഴൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടോ അന്നൊക്കെ മലയാളിക്ക് അത് ഉത്സവം തന്നെയാണ്. കാലം എത്ര കഴിഞ്ഞാലും ഇനി അങ്ങോട്ടും നമുക്ക് ഒരേ കാര്യം തന്നെ പറയാം, ഇവർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. മലയാള സിനിമ ആകെ ഒന്ന് പൂത്തുലയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇക്കുറി വരുന്നത് ലോ ബഡ്ജറ്റ് ചിത്രങ്ങളായിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും വന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഡൊമിനിക്കാണ് ആദ്യം എത്തുന്നത്. അതെ, ഓരോ സിനിമകളുടെയും പ്രത്യേകതയിലേക്ക് ഇനി നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. മമ്മൂട്ടിയുടെ ദൈ വരുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ആണ് നിർമ്മിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സമീപകാലത്ത് അല്ലെങ്കിൽ ഇതുവരെ മമ്മൂട്ടി കമ്പനി ചെയ്തിരുന്ന എല്ലാ സിനിമകളും വമ്പൻ ഹിറ്റുകളും ഒപ്പം ഒന്നിനൊന്നിന് ക്വാളിറ്റി ഉള്ള ചിത്രങ്ങളുമായിരുന്നു. അതിപ്പോൾ അവാർഡാണെങ്കിലും തട്ടുപൊളിപ്പൻ സിനിമയാണെങ്കിലും ക്വാളിറ്റി വൈസ് നോ കോംപ്രമൈസ്. അത് തന്നെയാണ് മമ്മൂട്ടി കമ്പനി. സിനിമയുടെ ഏതാനും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു, നമുക്ക് ടീസറൊക്കെ വന്നിരുന്നു. അത് ഒട്ടും തൃപ്തികരമായിരുന്നില്ല എന്നാൽ മാത്രമല്ല വളരെ നിരാശാജനകമായിരുന്നു. സിനിമയ്ക്കുള്ള ഹൈപ്പ് കൂടി ഇല്ലാണ്ടായി. പക്ഷേ ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. ഏകദേശം 12 കോടിയോളം മാത്രമാണ് സിനിമയുടെ ബഡ്ജറ്റായി വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമ ചുരുങ്ങിയ സമയം കൊണ്ട് എറണാകുളം മാത്രം ചുറ്റിപ്പറ്റിയുള്ള ഒരു 10-45 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. സിനിമ ആ ഒരു പ്രത്യേക ജേണറിലാണ് വരുന്നത്. അതായത് ഒരു കോമഡി ട്രാക്കിലൂടെ വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള ഏറ്റവും അട്രാക്റ്റ് ആയിട്ടുള്ള കാര്യം മമ്മൂട്ടി. സമീപകാലത്ത് ഉള്ള മമ്മൂട്ടിയുടെ 20ഓളം സിനിമകൾ എടുത്താൽ അതിൽ 19 എണ്ണവും വിജയം തന്നെയാണ്. അതായത് 90% മുകളിൽ വിജയമുള്ള മമ്മൂട്ടി. പിന്നെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന സിനിമകളെല്ലാം അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള, ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള സിനിമകൾ തന്നെയാണ്. അതിപ്പം അവാർഡ് പടമാണെങ്കിലും തട്ടുപൊളിപ്പൻ പടമാണെങ്കിലും മമ്മൂട്ടി ആ ഒരു കാര്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് പറയാനുള്ളത് ഗൗതം വാസുദേവ മേനോൻ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ മലയാളികൾക്ക് അത് ഏറെ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല. പക്ഷേ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ സിനിമ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഇനി മോഹൻലാലിൻ്റെ ചിത്രമായത് തുടരും എന്നുള്ള ചിത്രമാണ്. തുടരും എന്ന സിനിമ മോഹൻലാലിൻ്റെ ഏറ്റവും നമ്മൾ കുറേ നാളെ കാത്തിരിക്കുന്ന ഒരു സാധാരണക്കാരനായി വരുന്ന ചിത്രം. എപ്പോഴൊക്കെ സാധാരണക്കാരനായ സിനിമകൾ വന്നിട്ടുണ്ടോ അന്നൊക്കെ മോഹൻലാലിൻ്റെ സിനിമകൾ സൂപ്പർ ഹിറ്റ് അടിക്കാറുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ അടിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ തരുൺമൂർത്തിയാണ് സിനിമയുടെ സംവിധായകനായി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകളെല്ലാം തന്നെ ഒന്നൊന്നര സിനിമകളായിരുന്നു. അതാണ് ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യം. സമീപകാലത്ത് നിറമങ്ങി നിൽക്കുകയാണ് മോഹൻലാലെങ്കിലും മോഹൻലാൽ എന്ന നടൻ ഇതിനകത്തിലേക്ക് കയറുമ്പോൾ നമുക്കറിയാം സാധാരണക്കാരനായി വരുമ്പോൾ എല്ലാവർക്കും തൃപ്തി തരുന്ന ക്യാരക്ടറായിരിക്കും എന്നുള്ളത്. അതാണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ്. ലോ ബഡ്ജറ്റിലാണ് സിനിമയും വരുന്നത്. ഏകദേശം 18 കോടിയോളമാണ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റായിട്ട് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. രണ്ട് സിനിമകളും ഒരുമിച്ച് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ട് ഈ ഒരു സിനിമയുടെ കാര്യം മോഹൻലാലിൻ്റെ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളുടെ പരാജയം മാത്രമാണ്. എന്നാലും ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ തരുൺമൂർത്തിയുടെയും അതേപോലെ തന്നെ മോഹൻലാലിൻ്റെയും ആ ഒരു കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയായിരിക്കുമോ അതോ ഡൊമിനിക് ആയിരിക്കുമോ, മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയായിരിക്കുമോ ഇവിടെ കപ്പടിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത്? 2 സിനിമ കാണുന്നുണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ നിങ്ങൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത്, ഏത് സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ ഏത് വിജയിക്കും, നിങ്ങൾക്ക് ഏതാണ് പോസിറ്റീവായി തോന്നുന്നത് ഒക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.